തിരുവനന്തപുരം വട്ടപ്പാറ LMS സ്കൂളിൽ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 17 കുട്ടികളെ പേരൂർക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ ഡോക്ടർ ഉൾപ്പെടെ ഒരു ശ്വാസം മുട്ടുന്ന ഒരു പെൺകൊച്ചിനെ സ്കൂളിൽ ഏകദേശം ഒരു 12-13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് എൻ്റെ വണ്ടി കയറ്റിയത്. എൻ്റെ വണ്ടി കയറ്റി ഞാൻ ഓക്സിജൻ കൊടുത്താണ് കൊണ്ടുവന്നത്. ഡോക്ടർ ഉൾപ്പെടെ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അവിടെ നേരെ മെഡിക്കൽ കോളേജ് പോകേണ്ട പേരൂർക്കട പോട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കുട്ടികളെയും പേരൂർക്കടയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാവർക്കും ശ്വാസം മുട്ടും. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്തോ ഒരു തരത്തിലുള്ള പൊടി ഇവർ ജനലിൽ കൂടെ വിതറി ശ്വസിച്ചൊന്നു അല്ലെ വിതറിയെന്നോ ശ്വസിച്ചു. അങ്ങനെ എല്ലാവർക്കും ബോധം പോയി. ബ്രീത്തിങ് കിട്ടാതെ ശ്വാസം ഡോക്ടർ പൊടിയുടെ പേര് പറഞ്ഞില്ല. എന്തോ പൊടി മണപ്പിച്ചപ്പോൾ എല്ലാവരും അസ്വസ്ഥതായി ബോധം പോയി ശ്വാസം മുട്ടായി അങ്ങനെയുള്ള പ്രശ്നമാണ് പറഞ്ഞത്. എന്ത് പൊടിയാണെന്നുള്ള പറഞ്ഞില്ല. എന്തോ ലഹരി പോലത്തെ പൊടി അത്ര തന്നെ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, വട്ടപ്പാറ LMS സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ 17ഓളം പേർക്കാണല്ലോ ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ശ്വാസതടസ്സവും ഒക്കെ അനുഭവപ്പെട്ടത്. എന്തായിരുന്നു സംഭവിച്ചത്? രോഹിണി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ LMS സ്കൂളിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടികൾക്കിടയിൽ ആരോ ഒരു പൊടി വിതറിയതാണ് ഇത്തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത്. LMS സ്കൂൾ, വട്ടപ്പാറയിലെ LMS സ്കൂളിലാണ് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പേരൂർക്കട ആശുപത്രിയിലാണ്, പേരൂർക്കട സർക്കാർ ആശുപത്രിയിലാണ്. അവിടേക്ക് കുട്ടികളെ കൊണ്ടുവരികയായിരുന്നു. ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും കുട്ടികൾക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അതോടൊപ്പം തന്നെ ശരീരത്തും മുഖത്തുമെല്ലാം ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ആംബുലൻസിൽ കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്ന് ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും 13 പെൺകുട്ടികളും 4 ആൺകുട്ടികളും അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ സ്കൂളുകളുടെ അധികൃതരോട് നമ്മളൊരു വിശദീകരണം ചോദിച്ചിരുന്നു. അവരുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്ന് അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ സ്കൂളിൽ ഏതോ കുട്ടികൾ പൊടി വിതറിയതാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതരോടും സംസാരിച്ചിരുന്നു. മണം ഉള്ള ഒരു തരത്തിലുള്ള പൊടിയാണ് ഇത്തരത്തിൽ വിതറിയത്. ക്ലാസ് റൂമിലാണ് 9B ക്ലാസ് റൂമിലാണ് ഈ പൊടി വിതറുന്നത്. പൊടി വിതറിയതിനു ശേഷം സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ശാരീരികമായിട്ട് അസ്വസ്ഥത ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇവരെ ആംബുലൻസിൽ കയറ്റി ആദ്യം പ്രാഥമിക കേന്ദ്രത്തിൽ കൊണ്ടുപോയെങ്കിൽ പോലും പിന്നീട് ഈ ദേഹാസ്വാസ്ഥ്യം മാറാത്തൊരു സാഹചര്യം ഉണ്ടായി. ശ്വാസതടസ്സമടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇതോടുകൂടി തന്നെ കുട്ടികളുടെ അവസ്ഥ കുറച്ചുകൂടി ഈ ശ്വാസതടസ്സം അടക്കം വന്നതോടുകൂടി തന്നെ പേരൂർക്കടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ കുട്ടികളുടെ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേരൂർക്കട ആശുപത്രിയിൽ പരിശോധനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കുട്ടികളുടെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ആശുപത്രി അധികൃതരും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്ത് പൊടിയാണ് ഈ പ്രശാന്ത്, അത് തന്നെയാണല്ലോ ചോദ്യമായി ഉയരുന്നത്. കാരണം ഇത്രയധികം കുട്ടികൾക്ക് വലിയ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടണമെങ്കിൽ അവിടേക്ക് കൊണ്ടുവന്ന ആ പൊടി എന്താണ്, ആരാണിത് വിതറിയത്, ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്, ഇതിൻ്റെ ഉറവിടം എവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് സ്കൂൾ അധികൃതരും ആശുപത്രി അധികൃതരും മാത്രം നൽകേണ്ടുന്ന ഒരു ഉത്തരമല്ല. ഇതിന് പിന്നിലൊരു അന്വേഷണം വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പോലീസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് കരുതാമോ നമുക്ക്? പോലീസ് അന്വേഷണം ഉണ്ടാകും. പോലീസ് ഈ സാമ്പിൾ ശേഖരിച്ചു എന്നാണ് ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. ആശുപത്രി അധികൃതർ ഈ വിതറിയ പൊടിയുടെ സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് പൊടിയാണ് എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. മണം ഉള്ള ഒരു തരത്തിലുള്ള പൊടി ക്ലാസ് റൂമിൽ വിതറി, ആരാണ് വിതറിയത്, കുട്ടികളിൽ ആരാണ് വിതറിയത്, എവിടുന്ന് കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കുറേ ചോദ്യചിഹ്നം ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും നിലവിൽ കുട്ടികളെല്ലാം ഈ വന്ന ആശുപത്രി എത്തിയ കുട്ടികൾക്കെല്ലാം ചികിത്സ നൽകിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. പേരൂർക്കട ആശുപത്രിയിലേക്കാണ് കുട്ടികളെ കൊണ്ടുവന്നത്. ആദ്യം പ്രാഥമിക കേന്ദ്രത്തിൽ കൊണ്ടുപോയെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ശാരീരിക അസ്വസ്ഥത മാറാത്തതിനെ തുടർന്നാണ് മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും പേരൂർക്കട ആശുപത്രിയിലേക്ക് കുട്ടികളെ കൂട്ടമായി എത്തിക്കുന്നത് ആംബുലൻസിലാണ് ഇത്തരത്തിൽ എത്തിക്കുന്നത്. കൊണ്ടുവരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് ശാരീരികമായിട്ടും. അതോടൊപ്പം തന്നെ ശ്വാസതടസ്സമടക്കം അനുഭവപ്പെടുന്നുണ്ട് എന്നായിരുന്നു കണ്ടുനിന്നവരടക്കമുള്ളവരെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആംബുലൻസ് ഡ്രൈവർ അടക്കം പറയുന്നത് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആശുപത്രിയിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്തേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തൊരു പ്രതികരണം ഉണ്ടാകും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. എന്ത് തരം പൊടിയാണ് വിതറിയത്, അതോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു.
ഒരു വിശദീകരണം സ്കൂൾ അധികൃതരുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യം തൃപ്തികരമാണ്, ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ തുടരുകയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നിലവിൽ അനുഭവപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നൊരു വിവരവും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അറിയുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, എന്തായാലും വീട് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കേണ്ട സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അവിടെയാണ് 17 വിദ്യാർത്ഥിനികൾക്ക് ഇത്തരത്തിൽ ഉള്ളൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ആരോ കൊണ്ടുവന്ന് വിതറിയ പൊടിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.